നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിതടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നായിക്കനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ നഗരത്തിൽ വൻ ലഹരിവേട്ട. ദമ്പതികളടക്കം 3 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. എറണാകുളം സ്വദേശി ആഷിഖ്, പത്തനാപുരം സ്വദേശിനി ഷഹാന, മാള സ്വദേശിനി ഹരിത എന്നിവരാണ് അറസ്റ്റിലായത്. പഴയന്നൂർ കോടത്തൂരിലെ സിഡ്കോ ഇൻഡസ്ട്രിയൽ വ്യവസായ പാർക്കിലെ എക്സൽ എർത്തിങ്സ് കമ്പനിയിൽ വൻ അഗ്നിബാധ. 3 മാസം മുൻപ് കോടികൾ മുടക്കി നവീകരിച്ച യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സംസ്ഥാനത്ത് മഴ ശക്തം. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസിന്റെ കത്ത് കിട്ടിയിട്ടില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. രാഹുലിനെ പുറത്താക്കിയതായ രേഖാമൂലമോ വാക്കാലോ കോൺഗ്രസ് അറിയിച്ചിട്ടില്ലെന്നും സ്പീക്കർ. കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. 2 പേർക്ക് കുത്തേറ്റു. കൂരിക്കുഴി 18 മുറി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ, വലിയകത്ത് സീംസാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ വിവാഹ സംഘമെത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീട് മരിച്ചു. പാലക്കാട് തേങ്കുറിശി മാനാംകുളമ്പ് ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തീയതി ഓഗസ്റ്റ് 30 നിന്ന് സെപ്റ്റംബർ 2 നീട്ടി. വോട്ടർ പട്ടിക സംബന്ധിച്ച എല്ലാ ഹിയറിംഗുകളും വെള്ളിയാഴ്ച പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. തൃശൂർ കാട്ടുകാരൻ റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പള്ളിപ്പുറം വീട്ടിൽ ഡേവിഡ് അനിലിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി SNDP യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സന്ദേശ പ്രചരണ വാഹനജാഥ ആരംഭിച്ചു. സൗത്ത് ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാവക്കാട് നഗരത്തെ ചെളിയിൽ മുക്കി ടോറസ് ലോറികൾ. ടോറസ് ലോറിയിൽ നിന്ന് മണൽ വീണതിനെ തുടർന്നാണ് ചെളി നിറഞ്ഞത്. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ വടംവലി മത്സരം സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന മത്സരത്തിന് ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ 25ാം വാർഡിലെ ആനക്കൽ ഫ്രണ്ട്സ് മഹിളാ സമാജം അംഗനവാടിയുടെ നവീകരണം, ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാവ് ധന്വന്തരി കുമ്മാട്ടി സമിതിയുടെ 13ാം കുമ്മാട്ടി മഹോത്സവത്തിന്റെ കൊടിയേറ്റം ഡിവിഷൻ കൌൺസിലർ NA ഗോപകുമാർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് MC മനോജ് കുമാർ, PS രാജീവ്, രാമചന്ദ്രൻ കടവിൽ, രാധാകൃഷ്ണൻ എലവത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പേരാമ്പ്ര ഡ്രീ സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 20 കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി കാഞ്ഞിലശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മച്ചാട് സാന്ത്വന സൊസൈറ്റി 1ാം വാർഷികാഘോഷം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നേത്രപരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. കോടാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾക്ക് ഓണസമ്മാനം വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 15 രൂപ ഉയർന്ന് 9405 രൂപയായി. 1 പവൻ സ്വർണത്തിന് 75,760 രൂപയാണ്. എളനാട് തിരുമണി ഉന്നതിയിലേക്ക് പഴയന്നൂർ പോലീസ് TV നൽകി. കുന്നംകുളം ACP സന്തോഷ് TV കൈമാറി. പാമ്പാടി ഐവർമഠം മാധവ വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റ് വാർഷിക ആഘോഷിച്ചു. കഥകളി നടൻ കലാമണ്ഡലം KG വാസുദേവൻ നായർക്ക് മാധവ് പ്രിയ പുരസ്കാരം സമർപ്പിച്ചു. ലഹരിക്കെതിരെ വ്യാപാരികൾക്ക് കത്തെഴുതി അഴീക്കോട് ഹമദാനിയ UP സ്കൂൾ വിദ്യാർത്ഥികൾ. പാൻ മസാല, പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തരുതെന്ന് അഭ്യർത്ഥിച്ചാണ് കത്തെഴുതിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തും. സംഭരിച്ച നെല്ലിന്റെ വില 48 മണിക്കൂറിനകം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്.
എരുമപ്പെട്ടി പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച മാധ്യമപ്രവർത്തകരുടെ പ്രതിമാസ പെൻഷൻ 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഞ്ചേരി ഹിൽ ഗാർഡൻ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഓണാഘോഷത്തിന് ശനിയാഴ്ച തുടക്കമാകും. ഈ മാസം 30, 31 സെപ്റ്റംബർ 13 തീയതികളിലായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മേള കലാകാരൻ ജിതിൻ കല്ലാറ്റിനെ തൃശൂർ വാദ്യഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കും. 31-ന് വൈകിട്ട് പേൾ റിജൻസിയിൽ നടക്കുന്ന ആദരണ സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപതയുടെ മാധ്യമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സിസ്റ്റർ ലിസ്മി അർഹയായി. ശനിയാഴ്ച സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന മാധ്യമ ദിനാഘോഷ ചടങ്ങിൽ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പുരസ്കാരം സമ്മാനിക്കും. ഭാരതീയ ദളിത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം ആചരിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. BMS പ്രവർത്തകൻ അഭിലാഷിന്റെ 10ാമത് ബലിദാന ദിനം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വാസുപുരത്ത് നടന്ന ചടങ്ങിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ബലിദാന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടത്തി. പൂജകൾക്ക് ശേഷം കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. മാളാക്കൂഴൂർ അഞ്ചോവ് ഭാഗത്ത് റോഡിലേക്ക് പുല്ലുകൾ വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണിയാകുന്നു. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന പുല്ല് ഭീഷണിയായി മാറുകയാണ്. കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിൽ ഓണാഘോഷത്തിനെതിരായ അധ്യാപകർ നടത്തിയ വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരി, രാജൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി മേക്കാട് നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ KR ബീണയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കും. നാട്ടിക SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ SFI പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് തുടങ്ങി. ഓണം മുന്നിൽ കണ്ട് വിദ്യാർത്ഥികളാണ് ചെടികൾ നട്ടുവളർത്തിയത്. താന്യം പഞ്ചായത്ത് 5ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ എന്നിവർക്ക് ഓണസമ്മാനം നൽകി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ അമ്പാടി കൂട്ടായ്മ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ആകർഷകമായി. 15 അടി നീളവും 10 അടി വീതിയുമുള്ള കളത്തിനായി 50 കിലോയോളം പൂക്കളാണ് ഉപയോഗിച്ചത്. പഴയന്നൂർ പുത്തിരിത്തറ വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെയും കാവലിലാണ് ഓണാഘോഷം നടന്നത്. പരിയാരം പഞ്ചായത്ത് തുമ്പാക്കോട് ആരംഭിച്ച ജനകീയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ ഒരു മ്യൂസിക് ആൽബവുമായി ലയൺ പീതാംബരൻ താരമ്പത്തിന്റെ വിരഹിത എന്ന മ്യൂസിക് ആൽബം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ PMJF TU ജയകൃഷ്ണൻ യൂട്യൂബിൽ റിലീസ് ചെയ്തു. RC ലയൺ ദിവിജ്, ആൽബം ഡയറക്ടർ തിലകൻ വെങ്കിടൻ, കേരള ബാങ്ക് റിട്ടയർഡ് എംപ്ലോയി സെക്രട്ടറി P രാമചന്ദ്രൻ, കേരള ബാങ്ക് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ EK സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.